ഹലോ, അസ്സാം വലൈക്കും. കൂടെ ജുമാ മുബാറക്ക്. ഇന്ന് ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഇറച്ചിയൊക്കെ മേടിക്കാൻ ഞാനാണ് പോയത്. കറിയും കാര്യങ്ങളൊക്കെ ഉമ്മായിട്ട് ഉണ്ടാക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ടോ. പിന്നെ ഞാനിതാ വല്യമ്മാൻ്റെ വീട് വരെ ഒന്ന് പോകട്ടോ. ഉമ്മ ഉണ്ട്, ജ്യേഷ്ഠത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ വല്യമ്മാൻ്റെ വീട് എത്തിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ കുറേ ചെടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഒരു കുഞ്ഞമ്മ ഭയങ്കര ചെടി വെക്കണ ഒരു മൈൻഡാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനൊക്കെ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ. എനിക്കും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേമാതിരി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ അതൊക്കെ അങ്ങനെ പോയിട്ടാണ്. വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്, പക്ഷേ അപ്ലോഡ് ചെയ്യണത് ശനിയാഴ്ച രാവിലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കട്ടെ. എനിക്ക് അങ്ങനെയാണ് സൗകര്യം, അതുകൊണ്ട് കേട്ടോ. I begin to അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുഞ്ഞുമാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. കുഞ്ഞുമാൻ്റെ മോനിക്ക് സുഖമില്ല, അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോകട്ടോ. അപ്പോൾ അവർ മൂന്നാളും ഓട്ടോറിക്ഷയിൽ, ഞാനും വണ്ടിക്കാണ് കേട്ടോ പോണത്. അങ്ങനെ പോണ വഴിക്കുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. അതിലൂടെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലംസും അടിപൊളിയായിരുന്നു. കുറേ ഇത് കഴിച്ചിട്ട്, അപ്പോൾ വെറുതെ ഒന്ന് കണ്ടപ്പോൾ ഒരിഷ്ടം. പെട്ടെന്ന് തന്നെ ആദ്യമോൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ അമ്മി. ആർക്കും ഒന്നും വരാതെ മുന്നോട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ എല്ലാവരും പോകാനുള്ളത് തൗഫീക്ക് പടച്ചോ തരട്ടെ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകട്ടോ. അങ്ങനെ കുഞ്ഞുമാൻ്റെ വീട് എത്തിട്ടോ. അപ്പോൾ അവിടെ ആദ്യമോനൊക്കെ കണ്ട് കുറച്ചേരൊക്കെ സംസാരിച്ച് ഒരു കോമഡിയൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിക്കണം. അതൊക്കെ എൻ്റെ അനിയന്മാരാട്ടോ. എൻ്റെ ഉമ്മയുടെ ഫാമിലിയിൽ ആൺകുട്ടികളാണ് കൂടുതലുള്ളത്. വല്യമ്മയാണത്, ഇതിൻ്റെ ഉമ്മ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ചക്ക കഴിച്ചു. അടുത്ത വീട്ടിൽ നിന്ന് ഒരു അയൽവാസി കൊണ്ടുവന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ചോറ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് കഴിച്ചു. അപ്പം തന്നെയല്ല, അതും അടിപൊളിയായിരുന്നു. രാത്രിയിലത്തെ ഫുഡ് നേരത്തെ കേട്ടോ കഴിക്കാറ്. 8 മണിയാകുമ്പോഴേക്കും ഫുഡ് റെഡി കഴിയും. ഈടായിട്ട് ഇപ്പോൾ നേരത്താണ് കഴിക്കൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ടാ. ഒരു ബിസ്ക്കറ്റല്ല, 2 അല്ല 3 അല്ല 4 ബിസ്ക്കറ്റ് ഇട്ട് കഴിച്ച്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കഴിച്ചതാണ്. നേരത്തെ ചോറ് കഴിച്ച കാരണമായിരിക്കും അങ്ങനെ കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ.